പിന്നെ കുട്ടി എവിടെയാണോ ജനിച്ചതും വളർന്നതും ഒക്കെ? ഞാൻ ശരിക്കും ഇന്ത്യയിലാ ജനിച്ചത്. ആണല്ലേ? പക്ഷെ വളർന്നും പഠിച്ചൊക്കെ അങ്ങ് അമേരിക്കയിലാ. പഴയ പറങ്കണ്ടിയുടെ അവസ്ഥ. അങ്ങനെ ഒരു വർത്തമാനം. കാരണം ഇവിടെ ഇത് വളരെ ഇത് ആരെങ്കിലും അങ്ങ് കൊണ്ടുപോകില്ലേ, അമേരിക്കയിലും വിദേശത്തും ഒക്കെ കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ പോയി വില കൊടുത്ത് മേടിച്ചു. അങ്ങനല്ല. അല്ല പപ്പയൊക്കെ അമേരിക്കയിൽ പപ്പ എന്ന് പറഞ്ഞ ചെറിയ സാറിപ്പോ എന്തിനു സാറേ പപ്പയെ കുറിച്ച് ചോദിച്ചത്? എന്തു പറ്റി? ഇവളെ കുഞ്ഞുനാളിൽ എവളെ അമ്മയും കളഞ്ഞിട്ട് പപ്പ ഒളിച്ചോടി പോയി. അറിയാമോ? ഒരു ചൈനക്കാരനായിരുന്നു. അങ്ങനെ ഞാൻ ഇവളെ അമ്മയും കൂടെ ചൈനയിൽ ചെന്ന് പപ്പയെ കണ്ടുപിടിക്കാം. ചെന്നപ്പോ അതാ നടക്കുന്നു, എല്ലാം കൂടെ ഒരേ കണക്കിരിക്കും. ഇവളെ പപ്പ ഏതെന്ന് എനിക്കറിയാൻ വയ്യ. നല്ലതൊക്കെ ഒരു മൂക്കി എപ്പിനെ പൊക്കാക്കുന്നു. വിഷമിക്കണ്ട കേട്ടോ, ഇവിടെ ജംബോ സർക്കസ് വരുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു മൂക്ക് ചെപ്പി ഞാൻ ഒപ്പിച്ചു തരാം. സന്തോഷമായിട്ടിരിക്കട്ടെ. മാഷെ നമ്മളെ ഒരുപാട് യാത്രകൾ കഴിഞ്ഞ് വന്നതാണ്. അപ്പൊ ഒന്ന് കിടക്കണം, അത്രേ ഉള്ളൂ. നീ പഴയൊന്നും മറന്നിട്ടില്ല. വാ നീ കൊണ്ടുപോകണം. നിനക്ക് എന്റെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞു. ഞാൻ എന്റെ ഭാര്യ കൂടെ ദൂരയാത്ര കഴിഞ്ഞ് വന്നു. അമേരിക്കൻ നിങ്ങൾ നടന്നല്ലോ വന്ന ഫ്ലൈറ്റിലല്ലേ വന്നത്? പിന്നെ ഇത്ര ക്ഷീണം എന്താ? അല്ല, കണക്ഷൻ ഫ്ലൈറ്റിലാണ് വന്നത് സാറേ. ഫ്ലൈറ്റിന് വരെ കണക്ഷൻ. ഈ കണക്ഷൻ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് വലിയൊരു സംഭവം. അങ്ങ് അമേരിക്കയിൽ അത് വലിയ കാര്യമൊന്നല്ല. അതായത് നിങ്ങൾ കേൾക്കണോ, ഈ ജോഷിയേട്ടൻ എനിക്ക് ഒരു ദിവസം നല്ല പച്ച മീനും പെടക്കുന്നേ എനിക്ക് കൊണ്ടെത്തന്നു. പക്ഷെ കറി വെക്കാൻ നോക്കുമ്പോ ഒത്തിരി പോലെ കറിവേപ്പില പോരേലില്ല. മൂപ്പർ എന്താ ചെയ്തെന്നറിയോ? മൂപ്പർ കണക്ഷൻ ഫ്ലൈറ്റും പിടിച്ച് ജർമ്മനിയിൽ പോയിട്ട് കറിവേപ്പിലയും വാങ്ങി കണക്ഷൻ ഫ്ലൈറ്റ് തിരിച്ചു വന്ന്. അതാണ് എന്റെ ജോഷിയേട്ടൻ. ജോഷി കരിവേപ്പില മേടിക്കാൻ വേണ്ടി ജർമ്മനിയിൽ പോയി. പണ്ട് അവന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ മീൻ വണ്ടി പോകുന്നു. അപ്പൊ അതിൽ നിന്ന് വീഴുന്ന മീനിന്റെ ചെതമ്പലില്ലേ, അതെടുത്തോണ്ട് വന്ന് കുടംപുളിയിട്ട് കറി വെച്ച് കഴിച്ചു. അവൻ കരിവേപ്പില മേടിക്കാൻ വേണ്ടിട്ട് ഈ നുണ പറയുന്നത് ശരിയല്ല കേട്ടോ. എത്ര വലിയ അമേരിക്കൻ നുണ പറയുന്നു, അത് ശരിയല്ല. നുണ നമുക്ക് അത് ഇഷ്ടമല്ല. കരിവേപ്പില മേടിക്കാൻ ജർമ്മനിയെ പള്ളി മറിക്കുവാൻ എന്റെ പൊന്നെ. അല്ല മൂപ്പരുണ്ടല്ലോ, മൂപ്പര് ജിമ്മിലെ ട്രെയിനർ ആയിരുന്നു. ആടെ വെച്ചാ ഞാൻ മൂപ്പര് ഇഷ്ടപ്പെട്ടു. പൊന്നെ, ഒരു 2 അരിയും കൂടെ ഈ വായിക്കൂടെ അകത്ത് പോയി കഴിഞ്ഞാൽ ഈ ബട്ടൺസ് പൊട്ടിപ്പോ. നല്ലത് ടൈറ്റ് ചെയ്താ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ ജോഷി. അപ്പൊ എങ്ങനെയെങ്കിലും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ വർക്കൗട്ട് തുടങ്ങി 2 മാസം കഴിഞ്ഞപ്പോ എനിക്ക് ഫീസ് കൊടുക്കാൻ പറ്റിയില്ല. അയ്യോ, അപ്പൊ ഞാൻ പൊരക്കി പോയി മൂപ്പറിന്റെ ചീത്ത ഇറങ്ങി എന്റെ പൊരയിലേക്ക് പോന്നതാ. അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടാണല്ലേ? എത്രയായിരുന്നു ഫീസ്? എത്രയായിരുന്നു? 2000 ഉറുപ്പിയായിരുന്നു. അന്നാ 2000 രൂപ കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ കിടന്ന് തുടയണമായിരുന്നു. ജീവിതം തിരികെ കിട്ടൂലായിരുന്നു വെറുതെ. പിന്നെ കുട്ടി ഏതുവരെയായിരുന്നു? വിദ്യാഭ്യാസം ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ഓക്സ്ഫോർഡിന്ന് PG എടുത്തു. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിന്ന് ഞാൻ ഡിഗ്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്സ്ഫോർഡ് PG കാംബ്രിഡ്ജിന്ന് ഡിഗ്രി. ഒരു മിനിറ്റ് വന്നോ സാറേ. സാറേ ഞാൻ ഈ പറയുന്നത് സീരിയസ് ആയിട്ട് കേൾക്കണം സാർ. ഓ പറഞ്ഞോളൂ ജോഷി. അതായത് എനിക്ക് നിനക്ക് സെലക്ഷനേ ഇല്ല. സെലക്ഷൻ അതൊക്കെ നിന്റെ അച്ഛനെ കണ്ടു പഠിക്കണം. കല്യാണ കാര്യത്തിൽ പോലും നിന്റെ അച്ഛന്റെ സെലക്ഷൻ മാറിയിട്ടില്ല, അറിയാമോ? അത് അച്ഛൻ ചാവാൻ കിടമ്പോ എന്നോട് പറഞ്ഞായിരുന്നു. എന്തോന്ന്? ആകെ ഒരു അബദ്ധമേ പറ്റൂല, അത് നിന്റെ അമ്മയാന്ന്. ഒന്ന് അനുഗ്രഹിക്കാൻ. അമ്മേ, ഒരു പെണ്ണിനെ ഇങ്ങനെ അവഹേളിക്കരുത്. അതെ, അവഹേളിക്കാൻ പാടില്ല. അതെ, പെണ്ണെന്ന് പറയുന്നത് അമ്മയാണ്, അതെ, ദേവിയാണ്, അതെ, സരസ്വതിയാണ്, അതെ, ലക്ഷ്മിയാണ്. അതെ. ഒരു മിനിറ്റ്. എന്താ അമ്മ? എടി ചാണ്ടേടി, ഓയ് എടി, ചെറുക്കൻ വീട്ടിൽ ഒരു ദേവതയെ കൊണ്ടുവന്നിരിക്കട്ടെ. ഇറങ്ങി കഴിഞ്ഞു വന്നാണ്. പിന്നെ വേറെ നേരം കൊണ്ടുവന്നു പറഞ്ഞല്ലോ. സരസ്വതി. പിന്നെ അതിന് കൂടുതൽ സാധനം ഉണ്ടല്ലോ, ഇപ്പൊ കാണില്ല. വീണ. എടി, വീണ ഇല്ലാത്ത സരസ്വതിയെ കാണണമെങ്കിൽ വാടി കയറി എല്ലാരും കൂടി കണ്ണടച്ചു വാ, കണ്ണടച്ചു വാ. എല്ലാവർക്കും ഒരു സംഭവം കാണിച്ചു തരാം. എന്താ? 1 2 3 കണ്ണു തുറന്നോ. കൊണ്ട് നിർത്തിയിരിക്കും. പരിപാടിയാ മാമയെ കാണിച്ചത്. ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയോ കൊച്ചിനോർക്ക്. കൊച്ചോണെന്നാ അവിടെ എങ്ങനെ കൊണ്ട് കളാ. അയ്യോ, നീല പറഞ്ഞ അടുക്കളപ്പുറത്തൊക്കെ കൊണ്ട് കളയാൻ. കൊച്ചിനെ കൊണ്ട് കളയാനല്ല, ഈ ചാക്കിട്ട് അവിടെ എങ്ങനെ കൊണ്ട് കളയും. മാമനത് എന്തിന്റെ കേടാണ്? നിന്റെ അച്ഛനും അമ്മ എങ്ങടെ കൊച്ചിലെ എന്റെ ഉള്ളം കൈയിലോട്ട് വെച്ച് തന്നിട്ട് ഒരു പോക്ക് പോയി അവര്. എന്റെ അച്ഛൻ ഡെലിവറി പോയായിരുന്നല്ലേ ഉള്ളം കയ്യിൽ വെച്ച് തന്നിട്ട് പോവാ. അല്ല, അതല്ല പറഞ്ഞത്, വെച്ച് തന്നിട്ട് പോയി. ആ മാമൻ പെണ്ണ് കെട്ടാതെ നിന്നെ ഊട്ടി വളർത്തി, അറിയാമോ? ഊട്ടിയിലൊന്നും വിട്ട് പഠിപ്പിച്ചിട്ടൊന്നുമില്ല എന്നെ ഇവിടെ സർക്കാർ. നിന്നെ ഊട്ടി വളർത്തിയെന്ന് പറയാൻ 4 നേരം ഞം തിന്നാൻ തന്നാ. അങ്ങനെ വളർത്തി വലുതാക്കി നിന്നെ ഒരുത്തന്റെ വീട്ടിൽ കെട്ടിച്ചയച്ച് അവിടെ ചെന്ന് അവനുമായിട്ട് എന്തോ ഒരു സൗന്ദര്യപ്പണക്കം ഉണ്ടായിട്ട് നിറവേറുമായിട്ട് നീ ഈ വീട്ടിൽ വീണ്ടും വന്ന് കയറി. മാമാ, ഞാൻ നിറ പറയുന്നും കൊണ്ടെന്നില്ല, ഞാൻ ഒറ്റക്ക് ഇങ്ങോട്ട് കയറി വന്ന. നിറ പറയുന്നല്ല, നിറവയറുമായിട്ട് 9ാമത്തെ മാസം നീ വീട്ടിൽ വന്ന് കയറിയാ. കൊച്ചിന് എത്ര മാസമായി? 6 മാസമായി. ഈ കൊച്ചിന്റെ മുഖം കാണാനെങ്കിലും അവൃത്തി കേട്ടോ വന്നാ.
വന്നില്ലല്ല ഇല്ല ആ, അത്ര അതെ തന്നെ. നമുക്ക് പറഞ്ഞു കോംപ്രമൈസ് കോംപ്രമൈസ് എന്നുള്ള വാക്ക് മാത്രം മിണ്ടി പോകരുത്. ഞാൻ അവിടെ കോംപ്രമൈസ് ചെയ്യാൻ പോയി. അവിടെ ചെന്നപ്പോഴേ അവന്റെ ഇളയ മാമൻ മാത്രം എന്നെ ബഹുമാനിച്ചില്ല, അറിയാമോ? അപ്പൊ നാളെ രാവിലെ അഡ്വക്കേറ്റ് വരും, വക്കീൽ നോട്ടീസ് എഴുതും, 4 പാത്രമാക്കി പിരിച്ച് മാമൻ കൈ തരും. അല്ല അതെങ്ങനെ ശരിയാവും? എനിക്ക് നാളെ മുതൽ ജോലിക്ക് പോയി തുടങ്ങണ്ടേ? ഈ കൊച്ചിനാര് നോക്കൂന്ന് ഓർത്തിട്ടാണ് മാമ. ഞാൻ മോഹനേട്ടന്റെ വീട്ടിൽ പോയി അവിടെ അമ്മയും